അടിപൊളി 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 പടം. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. നമുക്ക് ഓണാഘോഷിക്കാൻ പറ്റിയ സിനിമയാണ്. ഗംഭീര സിനിമയാണ്. എല്ലാവരും കാണണം. താങ്ക് യു സോ മച്ച്. പടം അടിപൊളിയായിരുന്നു. ഒരു മുത്തശ്ശി കഥ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. ടോവിനോ ആൻഡ് ജിതിൻലാലിന്റെ 6 വർഷത്തെ എഫേർട്ട് വെറുതെ ആയില്ല. ആൻഡ് ടോവിനോടെ 3 ക്യാരക്ടേഴ്സും അതിന്റെ മണി എന്ന് പറഞ്ഞ ക്യാരക്ടർ വെറുതെ വേറെ ലെവലായിരുന്നു. ഹാർഡ് വർക്ക് പേസ് ഓഫ് എല്ലാം കിടുവാണ്. നല്ല തിയേറ്ററിൽ ഒന്ന് കാണണം. 3D കാണാൻ ഞങ്ങൾക്ക് 2D കാണാൻ പറ്റുള്ളൂ. ഇന്ന് 3D കാണണം. നല്ലായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ടോവിനോടെ ഒരു 3 ജനറേഷൻ കണ്ട പോലെ നല്ല മൂവിയാണ്. എല്ലാരും പോയി കാണണം. നല്ല മൂവിയാണ്. ഉള്ളിൽ ഇൻഡെപ്ത് ആയിട്ട് കുറെ മീനിങ് ഉണ്ട്. ഒരു 3 ടൈം വാച്ച് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇനിയും കാണാൻ തോന്നുന്നുണ്ട് നന്നായിട്ട്. ടോവിനോ അടിപൊളിയാണ്. മറ്റേ കരയല്ലേ, ഒരു രക്ഷയില്ല. പൊള്ളി, നല്ല ഇഷ്ടമായി. നല്ല സൂപ്പർ അടിപൊളി അല്ലേ? സൂപ്പർ മ്യൂസിക്, ഒരു രക്ഷയില്ല. പൊളി 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 സൂപ്പർ. വിഷ്വലായാലും 3D കാണാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം കഥാബേസ് ആയാലും ടോവിച്ചേട്ടൻ ഒരു കിട്ടില്ല പെർഫോമൻസ് തന്നെ. എന്തായാലും നല്ല എല്ലാരും കൊണ്ട് കാണാൻ പറ്റിയൊരു പടം. ഫാമിലി ആയിട്ടായാലും പിള്ളേർക്കായാലും പടം വളരെ ഒരു നല്ല പടമായിരുന്നു. എന്തായാലും ടോവിനോയുടെ കരിയർ തന്നെ 3 കഥാപാത്രമൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇനിയും നല്ലൊരു കഥാപാത്രം ഉണ്ടാവട്ടെ, നല്ല സിനിമ ഉണ്ടാവട്ടെ. ലിസ്റ്റിൻ സ്റ്റീഫൻ ഞങ്ങൾ മുത്താണ്. എല്ലാ നല്ല പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. ഇനി തിയേറ്റർ ഉണ്ടാവും. നല്ല പടം. ഒരു ഫുൾ ത്രോട്ട് എന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ ഓണം കൊണ്ടുപോയി, അജയം കൊണ്ടുപോയി. അതുപോലെയാണ് ഇതിനകത്തൊരു 2ാമത്തെ കഥാപാത്രം ചെയ്തൊരു മണിയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്ത് ടോവിനോയുടെ 2ാമത്തെ ഓണം പെർഫെക്ഷൻ തന്നെ സൂപ്പറായിട്ട് അവള് ചെയ്തിരിക്കുന്നത്. വീട്ടിലും പടം കേട്ടോ, ഒന്നും പറയാനില്ല. ഇപ്രാവശ്യം മസ്റ്റ് വാച്ച് തിയേറ്ററാണ്. ഓണം ടോവിനോ തൂക്കി 3 ക്യാരക്ടർ. അതിനകത്ത് 2ാമത്തെ കഥാപാത്രം ഞാൻ പറഞ്ഞു. ഇല്ല, അത് ഒരു പരമ്പരയായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. 2ാമത്തെ പുള്ളിയുടെ കഥാപാത്രമാണ് അടിപൊളിയായിട്ടുള്ളത്. 2ാമത്തെ മണിയിൽ നിന്നൊരു കഥാപാത്രം, കള്ളന്റെ കഥാപാത്രമാണ്. അത് പുള്ളി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. സൂപ്പർ. ഉണ്ട്. അത് ആ പടം അതിനകത്ത് വർക്ക് കാണാനുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ. ഇന്റർവെല്ലിൽ ചെറിയ ലാഗ് തോന്നാലും ഇന്റർവെല്ല് കഴിഞ്ഞ് പടം വേറെ ലെവലായിട്ടുണ്ട്. സൂപ്പർ പടം. എനിക്ക് 3D വലിയ 3D ഒരു ടൈറ്റിൽ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും 3Dക്ക് വേണ്ടി ചെയ്തേക്കുന്നത്. അതേ ഉള്ളൂ. അല്ലാതെ 3D കാണുന്ന പടമൊന്നും അല്ല. കുഴപ്പമില്ല. അല്ലാതെ തന്നെ കാണാം. 2Dയിൽ കാണുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. കാരണം ടോവിനോയുടെ ഒരു മാസ് പടം. ഒരു കോമഡി ഉണ്ട്. പിന്നെ മിന്നൽ മുറി പോലല്ല, ഇത് കട്ടി വേറെ ഇത്. കാരണം 3 ക്യാരക്ടർ മാസാണ്. നമ്മള് ടോവിന് ഇങ്ങനെ ഒരു വെറൈറ്റി ചെയ്യുന്ന സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഇത് വേറെ മൂഡ് തമാശയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ലാസ്റ്റ് പിന്നെ BGM, ഇതിന്റെ മ്യൂസിക് ഒക്കെ വേറെ നല്ല നാടൻ ശൈലി പോലെ വിചാരിച്ച് കളിയർ ഫൈറ്റും ഇതൊക്കെയാണ്. പക്ഷെ അതല്ല ഇത്